വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു കാശി. കസേരയിൽ ബന്ധിക്കപ്പെട്ടിരുന്ന് ഓരോരുത്തരായി സ്വതന്ത്രരാക്കിയ ശേഷം കൊണ്ടുവന്ന ഭക്ഷണം അവർക്ക് നേരെ നീട്ടിയവൻ. കൊല്ലുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കുന്നത് പോലെ ഒരു ചടങ്ങാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആർത്തിയോടെ അത് കഴിച്ചു. 2 രാത്രിയും ഒരു പകലും കൊണ്ട് അവർ അത്രയേറെ വിശന്നു തളർന്നിരുന്നു. ഇവന്മാരെ കാണാൻ ഇല്ലെന്ന് നല്ല പരാതിയും കിട്ടിയിട്ടുണ്ടോ സുരേഷേ? നിഖിലിൻ്റെയും സാമിൻ്റെയും ഭാര്യമാർ പരാതി തന്നിരുന്നു. രജിത്ത് പിന്നെ ഒറ്റത്തടിയാണ്, ഇടയ്ക്കിടയ്ക്ക് നാട് വിട്ടു പോകാറുള്ളതാണ്. അതുകൊണ്ട് അവൻ്റെ അമ്മ പരാതിയൊന്നും തരാൻ മെനക്കെടില്ല. തങ്ങളെക്കുറിച്ചാണ് സംസാരം എന്ന് മനസ്സിലാക്കിയിരുന്ന മൂവരും അപകടം മണത്തു. സാറ് ഒന്നും ചെയ്യരുത്, കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഒക്കെ ഉള്ളവരാണ്. അന്ന് വെള്ളത്തിൻ്റെ പുറത്ത് ഒരബദ്ധം പറ്റിപ്പോയതാ, മാപ്പാക്കണം. സാം പറഞ്ഞു തീരും മുമ്പേ നെഞ്ചും കൂടി നോക്കിയൊരു ചവിട്ടായിരുന്നു കാശിയുടെ മറുപടി. അബദ്ധം അല്ലടാ, വഴിയെ നടന്നു പോയൊരു പാവം പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് കയറി മേഞ്ഞിട്ട് അബദ്ധം അല്ലേടാ. കൂട്ടുകാർ വെള്ളത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കൂട്ടുനിൽക്കുകയാണോ വേണ്ടത്? ഭ്രാന്ത് കയറിയ പോലെയുള്ള കാശിയുടെ ഭാവം അവർ 3 പേരെയും, എന്തിന് SI സുരേഷിനെ പോലും ഭയപ്പെടുത്തി. നീയൊക്കെ ചെറും തകർന്നു കളഞ്ഞ മനസ്സുമായി ഒരു പെണ്ണ് ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ വീട്ടിൽ. എന്നെ കെട്ടാൻ തിങ്കളാഴ്ച നോമ്പ് നോറ്റ് നടന്നവളാ. എനിക്ക് വേണ്ടി എന്നും നേർച്ചകളുമായി ജീവിച്ചിരുന്നവളാ. ആർക്കും ഒരു ഉദ്യോഗത്തിനും വരാത്തവളാ. എന്നെ കാണുമ്പോൾ ആ കണ്ണീരിൻ്റെ തിളക്കം മാത്രം മതിയായിരുന്നു. അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു. നീയൊക്കെ കാരണം, നീയൊക്കെ അവളെ നശിപ്പിച്ചു എന്ന തോന്നൽ കാരണം എൻ്റെ താലയ്ക്ക് മുന്നിൽ തല കുനിച്ചു തരുമ്പോൾ ഉള്ളിൽ അവൾ നിലവിളിക്കുകയായിരുന്നടാ. നീയെല്ലാം കൂടി ചെയ്ത് നിൻ്റെയൊക്കെ കുടുംബത്തിൽ കയറി ചെയ്യാൻ കാശിക്ക് അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്യാൻ ഞാൻ നിങ്ങളെപ്പോലെ ചെറ്റയല്ല. അല്ലെങ്കിലും നീയൊന്നും ചെയ്തതിന് വീട്ടുകാരെ പറഞ്ഞുകൊണ്ടോ ചെയ്തത് കൊണ്ടോ കാര്യമില്ല. നിന്നെയൊക്കെ വീട്ടിൽ സഹിക്കുന്നതിൻ്റെ തന്നെ പാട് അവർക്കറിയാം. നിന്നെയെല്ലാം തൂക്കിയെടുത്ത് അകത്തിടാൻ അറിയാഞ്ഞിട്ടല്ല. കൂടിപ്പോയാൽ 5-10 വർഷം, അത്രയും നാൾ ജയിലിൽ സുഖിക്കും നീയല്ല. സമയാസമയം ഭക്ഷണവും കിടക്കാനൊരിടവും എല്ലാം അവിടെ റെഡിയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് പരോളും കിട്ടും. വീട്ടുകാരെ വന്നു കാണാം. ഇതുപോലത്തെ തന്തയില്ലാത്ത പരിപാടി വീണ്ടും കാണിക്കാം. അത് കഴിയുമ്പോൾ നീയെല്ലാം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും. ഇനിയും ഒരവസരം കിട്ടിയാൽ വീണ്ടും നീയെല്ലാം ഇത് തന്നെ ചെയ്യും. ഒരു പെണ്ണിനെ ഒറ്റക്ക് കണ്ട് സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ഒന്നും വേണ്ട. പക്ഷെ ഉപദ്രവിക്കാതിരിക്കാനുള്ള മിനിമം മര്യാദ അതുണ്ടാകണം ഏതൊരാണിനും. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു പെണ്ണിൻ്റെയും നിൻ്റെയൊന്നും കൈ പൊങ്ങാതിരിക്കാൻ കാശി ഒരു സമ്മാനം തരാൻ പോകുക. നീയൊന്നും ഒരിക്കലും മറക്കാത്തൊരു സമ്മാനം. പിന്നെ അങ്ങോട്ട് കാശിയുടെ സംഹാര താണ്ഡവമായിരുന്നു. ആദ്യം സാം, പിന്നെ രജിത്ത്. നിഖിലിനെ അവൻ അവസാനത്തേക്ക് മാറ്റി നിർത്തി. കൺമുന്നിൽ നടക്കുന്നതെല്ലാം കണ്ടും കേട്ടും നിഖിലിൻ്റെ പാതി ജീവൻ പോയിരുന്നു. ഉടലോടെ നരകത്തിലേക്ക് പോയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോയി. അവരെക്കാളും ക്രൂരമായ വിധിയാണ് കാശി തനിക്ക് കരുതി വെച്ചിരിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. നിയമം സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു പോലീസുകാരൻ ആണ് താനെന്ന ഉത്തമ ബോധം കാശിക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആരുടെയും ജീവനൊടുക്കാൻ തനിക്ക് അധികാരം ഇല്ലാത്ത തിരിച്ചറിവും. അല്ലെങ്കിലും മരണം അവർക്കുള്ള കുറഞ്ഞ ശിക്ഷയാകുമല്ലോ. ഒരവസാന ശ്രമം എന്നവണ്ണം നിഖിൽ പറഞ്ഞു. സാറേ, തെറ്റുപറ്റിപ്പോയി. തിരുത്താൻ ഒരവസരം തരണം. എൻ്റെ ഭാര്യ ഗർഭിണിയാണ് സാറേ. അല്പം കരുണ കാണിക്കണം. എൻ്റെ തനുവിനെ പിച്ച് ചെയ്യുമ്പോൾ നീ ഓർത്തില്ലേ നിൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന്? നിഖിലിൻ്റെ മറുപടിയിലായിരുന്നു. എൻ്റെ തനു നിൻ്റെ മുമ്പിൽ യാചിച്ചില്ലേ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ്? അപ്പോൾ നീ അവളോട് കാണിച്ചോ കരുണ? നിനക്കില്ലാത്ത കരുണ നിന്നോട് കാണിക്കാൻ ഞാൻ കർത്താവല്ല നിഖിൽ, ഒരു സാധാരണ മനുഷ്യനാണ്. ഒന്ന് നിർത്തി. നിഖിലിനെ ചുളുങ്ങിപ്പോയ ഷർട്ട് പിടിച്ച് നേരെയാക്കി കവിൾ ഒന്ന് തട്ടിക്കൊണ്ട് കാശി തുടർന്നു. കൊല്ലില്ല ഞാൻ, പക്ഷേ കൊല്ലാതെ കൊല്ലും. ഈ ജീവിതം ഒന്ന് അവസാനിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും നീ. മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പരസഹായം ഇല്ലാതെ കഴിയാത്ത അവസ്ഥയിലെത്തിക്കും നിന്നെ ഞാൻ. അന്നും നിന്നെ സഹായിക്കാൻ അമ്മയോ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും തന്നെ വേണ്ടിവരും. ആ സ്ത്രീകളുടെ കരുണയിൽ കഴിഞ്ഞാൽ മതി ഇനി നീ. അതാണ് എൻ്റെ തനുവിനോട്, അവളിലെ പെണ്ണിനോട് നീ ചെയ്തിട്ടുള്ള ശിക്ഷ. നിഖിലിൻ്റെ ശരീരത്തിലെ ഓരോ അസ്ഥയും നുറുങ്ങും റോമകൂപങ്ങൾ പോലും നിലവിൽക്കുമാർത്ത പതിക്രമം ആയിരുന്നു അവൻ. ഒടുവിൽ അവൻ മരിച്ചു പോകും എന്ന അവസ്ഥയിൽ കാശി സ്വയം നിയന്ത്രിച്ചു. തളർച്ചയോടെ നിലത്തേക്ക് ഇരുന്നു പോയി കാശി. സന്തോഷം അവൻ വെള്ളം എടുത്തു കൊടുത്തു. രാഷ്ട്രീയത്തിന് എന്നവണ്ണം സന്തോഷിൻ്റെ കൈകൾ മുറുക്കെ പിടിച്ച് കുറച്ച് സമയം ഇരുന്നു അവൻ. പിന്നെ മെല്ലെ എഴുന്നേറ്റ് നടന്നു. പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടു തട്ടിയേക്കും. വകുപ്പൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സന്തോഷിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. സാർ പോയിക്കോളും, ഞാൻ നോക്കിക്കോളാം. എനിക്കും വീട്ടിലൊരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട് സാർ. സന്തോഷിൻ്റെ തോളിൽ നിന്ന് തട്ടിയ ശേഷം കാശി പുറത്തേക്ക് നടന്നു. മനസ്സിലെ സംഘർഷം കൂടുന്നു എന്ന് കണ്ടവൻ വടക്കുന്നാഥൻ്റെ നടയിലേക്ക് വണ്ടി പായിച്ചു. നീ ഇത് എവിടെ ആയിരുന്നു എൻ്റെ കാശി? വിളിച്ചാലും കേട്ടില്ല. വീട്ടിലേക്ക് വന്ന് കയറിയ പാടെ മാലതി കാശിയുടെ നേരെ ചോദ്യം മുറിഞ്ഞു. അവൻ ഒന്ന് പെരുങ്ങി. പിന്നെ മനസ്സിൽ തോന്നിയൊരു കള്ളം പറഞ്ഞു. അതൊരു കേസിൻ്റെ കാര്യത്തിന് പോയതാ അമ്മേ.
സീനിയർ ഓഫീസേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാത്തത്. നാളെ ദിവസത്തേക്ക് എവിടെയും പോകുന്നില്ല. ഇവിടെ അമ്മയുടെ കൂടെ കാണും പോരെ? ഞാൻ മാലതിയുടെ താടി പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. തനു ഇവിടെ അമ്മേ? ആ, അവളും കാവ്യയും കൂടി ആ പപ്പടം വറുക്കുന്നത്. പപ്പടം വറുക്കാൻ എന്തിനാ രണ്ടുപേര്? അത് പിന്നെ നിന്റെ ഭാര്യക്കും അനിയത്തിക്കും പാചകം നല്ല വശമാണല്ലോ, അതുകൊണ്ടാ. കിന്നാരം പറഞ്ഞു നിൽക്കാതെ പോയി കുളിക്ക് ചക്കാൻ. ഷർട്ടിലൊക്കെ എന്തൊരൊഴുക്കാണ്. നീ കള പറിക്കാൻ എങ്ങാനുമാണോ പോയത്? അപ്പോഴാണ് കാച്ച സ്വയം ഒന്ന് നോക്കിയത്. ഇട്ടിരിക്കുന്ന ലൈറ്റ് ബ്ലൂ ഷർട്ട് മുഴുവൻ അഴുക്കായിട്ടുണ്ട്. നടന്ന വഴികളിലൊക്കെ ആളുകൾ ഒരു അനുഗ്രഹജീവിയെപ്പോലെ നോക്കിയതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായത്. അവൻ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോയി കുളിച്ച് വേഷം മാറി വന്നു. ഉന്മേഷയിൽ എല്ലാവരും ഉത്സാഹത്തിലായിരുന്നു. താൻ നന്നായി തന്നെ അച്ഛനോടും അമ്മയോടുമൊക്കെ ഇടപഴകുന്നതിൽ കാശിക്ക് സന്തോഷം തോന്നി. അതിനിടയിലാണ് തനുവിൻ്റെ പൊട്ടിയ ചുണ്ടും കഴുത്തിലെ പാടുകളും മാലതി ശ്രദ്ധിക്കുന്നത്. അവർ കാശിയെ കനപ്പിച്ചൊന്ന് നോക്കി. അവൻ ഒന്നും മിണ്ടാനാകാതെ തല താഴ്ത്തി. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ ഒന്ന് പോകേണ്ടതായിരുന്നു. നീ നാട് ചുറ്റാൻ പോയത് കൊണ്ട് അത് നടന്നില്ല. നാളെ രാവിലെ രണ്ടുപേരും കൂടി പോയി വരണം കേട്ടോ. തനു സമ്മതഭാവത്തിൽ തലയാട്ടി. അവന്മാരെ കാശിയേട്ടൻ എന്തു ചെയ്തു? രാത്രി കിടക്കാൻ തുടങ്ങുമ്പോഴാണ് തനുവിൻ്റെ ചോദ്യം. കാശി ഒന്ന് ഞെട്ടി. ആരെ എന്തു ചെയ്യാൻ? തനു ഒന്നും മിണ്ടാതെ ഡ്രോയിൽ നിന്ന് പെറ്റാഡിൻ ഓയിൻമെൻ്റ് എടുത്തു കാശിയുടെ കൈകളിലെ കുഞ്ഞു കുഞ്ഞു മുറിവുകളിൽ തേച്ചു കൊടുത്തു. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ കാശി തല താഴ്ത്തി. പിന്നെ അമ്മ തെറ്റിദ്ധരിച്ചു അല്ലേ? കാശി മറുപടിയായി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. കാശിയേട്ടാ, സത്യത്തിൽ കല്യാണം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ആ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആരുടെങ്കിലും ഒക്കെ ഒരു പ്രസൻസ്. ഏട്ടനപ്പോൾ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ജീവനോടെ കാണില്ലായിരുന്നു. പക്ഷെ അത് സ്വാർത്ഥതായിപ്പോയോ എന്നൊരു സംശയം. എന്നും ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുക. എന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ കാര്യം? ഞാൻ അപ്പോൾ കല്യാണത്തിൽ സമ്മതിച്ചു. പക്ഷെ അതോടെ കാശിയേട്ടൻ്റെ സമാധാനം എന്നേക്കുമായി പോയില്ലേ? എന്നെങ്കിലും എല്ലാവരും എല്ലാം അറിഞ്ഞാലല്ലേ അതപ്പോൾ നോക്കാം. ഇപ്പോൾ നീ വന്ന് കിടക്കാൻ നോക്ക്. കാശി ലൈറ്റ് ഓഫ് ചെയ്യാൻ പോയപ്പോൾ തന്നെ തടഞ്ഞു. എനിക്കറിയില്ല കാശിയേട്ട, എന്തെങ്കിലും നടന്നതെല്ലാം മറക്കാൻ എനിക്ക് കഴിയുമോ എന്ന്. കാശിയേട്ടനോട് കാത്തിരിക്കാൻ പറയാൻ പോലും എനിക്കാവില്ല. എന്തെങ്കിലും ഒരു നല്ല ഭാര്യയാകാൻ കഴിയുമോ എന്നും അറിയില്ല. അവൾ മിതുമ്പിപ്പോയി. കാശി അവളൊന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടി. എനിക്ക് മനസ്സിലാകും തനു, ആഗ്രഹിച്ച കല്യാണം നടക്കാൻ മണിക്കൂറുകൾക്ക് മുമ്പ് തകർന്നു പോയ നിന്റെ മനസ്സ്. ഒന്നിനു വേണ്ടി നിന്നെ നഷ്ടപ്പെടാൻ വയ്യാത്തത് കൊണ്ടാണ് അന്ന് തന്നെ കല്യാണം നടക്കണം എന്ന് ഞാൻ വാശി പിടിച്ചത്. എത്ര സമയം വേണമെങ്കിലും നിനക്കെടുക്കാം. മനസ്സുകൊണ്ട് എന്ന് നീ പഴയ തനു ആകുന്നു അന്നേ നമ്മൾ ജീവിതം തുടങ്ങും. തനു പുഞ്ചിരിച്ചു. ഇപ്പോഴും നല്ല വേദന ഉണ്ടല്ലേ നിനക്ക്? നടത്തത്തിലൊക്കെ അത് കാണാനുണ്ട്. അവളൊന്നും മിണ്ടിയില്ല. കാശിയുടെ കളികൾ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ ആദ്യം തൊട്ട പുരുഷനെ പെണ്ണിനെ മറക്കാൻ കഴിയില്ല എന്നൊക്കെ എഴുതി പിടിപ്പിച്ചവരെ തനു മനസ്സാലെ പ്രാഗി. തനുവിൻ്റെ വിവാഹശേഷം ചമ്പമംഗലത്ത് കാര്യങ്ങൾ കുറേയൊക്കെ പഴയപടിയായി തുടങ്ങി. നീലു കാരണം തനു ഇറങ്ങിപ്പോയെങ്കിലും അവൾക്ക് അപകടമൊന്നും സംഭവിക്കാത്തതിനാൽ എല്ലാവർക്കും അവളോട് ക്ഷമിച്ചു കഴിഞ്ഞിരുന്നു. തരുണിൻ്റെയും തനുവിൻ്റെയും ഉള്ളിൽ എരിയുന്ന മേർപ്പാട് ആരും കണ്ടില്ല. എന്തായാലും നീലുവിനോട് അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം അവർ അധികം സംസാരിച്ചിട്ടില്ല. മനസ്സ് നിറഞ്ഞ് അവളോടൊന്ന് ചിരിക്കാൻ പോലും അവർക്കായില്ല. നീലു ആകട്ടെ തൻ്റെതായ ലോകത്ത് ഒതുങ്ങിക്കൂടി. എല്ലാത്തിനും ഉപരി അവളെ വേദനിപ്പിച്ചത് താൻ അനാഥയാണെന്ന സത്യം തനുവിന് നേരത്തെ അറിയാമായിരുന്നു എന്നതാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ തൻ്റെ പ്രകടനം കണ്ടു തനുവിൻ്റെ മുമ്പിൽ താൻ ഋണം മാത്രമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അച്ഛനമ്മമാർക്കും വല്യച്ഛനും വല്യമ്മക്കും എല്ലാം ഇപ്പോഴും തന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നത് തന്നെ വലിയ ആശ്വാസമായി അവൾ കണ്ടു. ഏട്ടന്മാരുടെ മൗനം താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൾക്ക് അതിലൊരു പരാതിയും പ്രകടിപ്പിച്ചില്ല. ആരെയും ഇനിയും വിഷമിപ്പിക്കാതെ ഇരിക്കാൻ അവൾ പഴയതുപോലെ ചിരിച്ചും കളിച്ചും വീട്ടിൽ നടന്നു, ഉള്ളിൽ അഗ്നിയെ ഒളിപ്പിച്ചുകൊണ്ട്. വിവാഹശേഷം നാളെയാണ് തനുവിൻ്റെ വീട്ടുകാർ കാശിയുടെ വീട്ടിലേക്ക് വിരുന്ന് പോകുന്നത്. രാത്രി നീൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറി. തനുവിന് ഏറെ ഇഷ്ടമുള്ള പോലെ ധാരാളം തേങ്ങാക്കൊത്തും എള്ളുമൊക്കെ ചേർത്താണ് അവൾ മാവ് തയ്യാറാക്കിയത്. നാളെ കൊണ്ടുപോകാൻ ഉള്ളതൊക്കെ വാങ്ങിയല്ലോ, പിന്നെ നീ എന്തിനാ ഇപ്പോൾ ഇതുണ്ടാക്കുന്നത്? അവിടേക്ക് വന്ന ഗീത ചോദിച്ചു. അതെല്ലാം ഇരുന്നോട്ടെ അമ്മേ, ഞാനുണ്ടാക്കുന്ന ഉണ്ണിയപ്പം അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഇതുകൂടി കൊണ്ടുപോകാലോ. അല്ലെങ്കിലും തനുവിന് കഴിക്കാനല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ആ കാര്യത്തിലൊക്കെ ഇവളാണ് മിടുക്കി. പേടിക്കാതെ കെട്ടിച്ചയക്കാലോ. തനുവിൻ്റെ കാര്യത്തിൽ മാലതി എന്ത് വിചാരിക്കുമോ എന്തോ. നീലുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് സുമിത്ര വ്യാകുലപ്പെട്ടു. ഗീത അവരാശ്വസിപ്പിച്ചു. അത് സാരമില്ല ഏട്ടത്തി, അവൾ പഠിക്കുകയായിരുന്നല്ലോ. ഇത്ര പെട്ടെന്നൊരു കല്യാണം നമ്മളും പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കൊക്കെ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ എങ്ങനെ പറ്റുന്നത് വല്യമ്മേ? നീലു അവരുടെ നേരെ തിരിഞ്ഞ് സുമിത്ര പുഞ്ചിരിച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി.
നീ ഞങ്ങളുടെ സ്വന്തമല്ലേ എന്നറിഞ്ഞിട്ടുകൊണ്ട് തന്നെയാ ഞങ്ങൾ സ്നേഹിച്ചത്. ആ സ്നേഹം ഇപ്പോഴും അതുപോലെ ഉണ്ട്. പിന്നെ തനുവിനോട് നിനക്കൊരു കുഞ്ഞു കുശുമ്പുണ്ടായി എന്നറിഞ്ഞപ്പോൾ വിഷമം തോന്നി. ആൾ ഇടന്ന് ഇറങ്ങിപ്പോവുക കൂടി ചെയ്തതോടെ ഒക്കെ അപ്പോഴത്തെ വിഷമത്തിൽ നിന്നോട് എന്തൊക്കെയോ പറയുകയും ചെയ്തു. എന്ന് വെച്ച് നീ ഞങ്ങളുടെ കുട്ടിയല്ലാതെ ആകില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ കുശുമ്പൊക്കെ നമ്മൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ മോളെ. ഏട്ടത്തിക്ക് 3 പിള്ളേരുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഒരാൾ പോലുമില്ല. അതിനിടയിൽ തനുവിനെ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഏട്ടത്തിയുടെ അസൂയൊക്കെ തോന്നിയിരുന്നു അല്ലേ ഏട്ടത്തി? ഗീത സുമിത്രയോട് ചോദിച്ചു.